2023 ഡിസംബർ 28 10 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ചെയ്തു നോക്കിയതിനു ശേഷം ഇതിന്റെ ഉത്തരം അവസാനം നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, റിലയൻസിന്റെ നേതൃത്വത്തിൽ നിലവിൽ വരാൻ പോകുന്ന AI സംവിധാനത്തിന്റെ പേര് എന്താണ്? ജിയോ GPT, റിലയൻസ് GPT, ഭാരത് GPT, RGPT. സെക്കൻഡ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ വിവരാവകാശ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഓപ്ഷൻ ബി, എന്നാൽ അഴിമതി, മനുഷ്യാവകാശ വിഷയങ്ങൾ എന്നിവയിൽ വിവരം നൽകണമെന്നും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. സി, എയും ബിയും ശരിയാണ്. ഡി, എ മാത്രം ശരിയാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഏത് നവോത്ഥാന നായകന്റെ 150-ാം ജന്മവാർഷികമാണ് 2023 ഡിസംബർ 28 ആഘോഷിക്കുന്നത്? കുമാരനാശാൻ, ശ്രീനാരായണ ഗുരു, വക്കം അബ്ദുൽ ഖാദർ മൗലവി, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇടുക്കി ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ, ചിന്നാർ വന്യജീവി സങ്കേതമാണ്, ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ കണ്ടെത്തിയ യൂറേഷ്യൻ നീർനായയുടെ ശാസ്ത്രീയ നാമം എന്താണ്? യൂറേഷ്യൻ ലൂട്ര, ഏഷ്യൻ ലൂട്ര, ഇന്ത്യൻ ലൂട്ര, ലൂട്ര ലൂട്ര. അഞ്ചാമത്തെ ചോദ്യം, റെയിൽവേയുടെ അമൃത് ഭാരത് പുഷ്പുൾ ട്രെയിൻ സർവീസ് ഡിസംബർ 30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെ വെച്ചാണ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്? പ്രയാഗ്രാജ്, അയോധ്യ, ഡൽഹി, ബോംബെ. ആറാമത്തെ ചോദ്യം, 2023 ഡിസംബറിൽ അന്തരിച്ച ഓസ്കാർ നേടിയ കൊറിയൻ സിനിമയായ പാരസൈറ്റിലെ നടൻ ആരാണ്? ലീ സൺ കയൂൻ, റിച്ചാർഡ് ബ്രൂസ് ലീ, ചിങ് ചാങ്, സിയാങ് ലീ. സെവൻത് ക്വസ്റ്റ്യൻ, അടുത്തിടെ ജപ്പാനിലെ കൊയാസൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓണററി ഡോക്ടറേറ്റ് നേടിയ ഇന്ത്യൻ രാഷ്ട്രീയ നേതാവ് ആരാണ്? നരേന്ദ്രമോദി, അശ്വിനി വൈഷ്ണവ്, എസ് ജയശങ്കർ, ദേവേന്ദ്ര ഫട്നാവിസ്. എയ്ത്ത് ക്വസ്റ്റ്യൻ, 3D പ്രിന്റിംഗ് വഴി മുഖഭാഗങ്ങൾ മാറ്റിവെക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ച സ്ഥാപനം ഏതാണ്? IIT ബോംബെ, IIT മദ്രാസ്, IIT ഡൽഹി, IIT കാൺപൂർ. നയൻത് ക്വസ്റ്റ്യൻ, യൂട്യൂബ് ചാനലിൽ 20 ദശലക്ഷം വരിക്കാരാകുന്ന ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി, ജോ ബൈഡൻ, വ്ളാദിമിർ പുടിൻ, ഇമ്മാനുവൽ മാക്രോൺ. 10th ക്വസ്റ്റ്യൻ, 2023 ഡിസംബറിൽ അന്തരിച്ച തമിഴ് ചലച്ചിത്ര നടനും രാഷ്ട്രീയ നേതാവുമായ വ്യക്തി ആരാണ്? വിജയ്കാന്ത്, വിജയ് എ, വിജയ് ഗൌണ്ടർ, ഉദയനിധി സ്റ്റാലിൻ. ഈ 10 ചോദ്യങ്ങളും ചെയ്തതിനു ശേഷം ഉത്തരങ്ങൾ പരിശോധിക്കാം. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും കമന്റ് ചെയ്യുക. ചോദ്യം, റിലയൻസിന്റെ നേതൃത്വത്തിൽ നിലവിൽ വരാൻ പോകുന്ന AI സംവിധാനത്തിന്റെ പേര്? ഉത്തരം ഓപ്ഷൻ സി, ഭാരത് GPT ആണ്. രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. എയും ബിയും ശരിയാണ്. മുകളിൽ തന്നിരിക്കുന്ന 2 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. എന്താണ് ഒന്നാമത്തെ പ്രസ്താവന? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ, അതായത് EDയെ വിവരാവകാശ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അത് ശരിയായ പ്രസ്താവനയാണ്. പക്ഷേ അഴിമതി, മനുഷ്യാവകാശ വിഷയങ്ങൾ എന്നിവയിൽ വിവരം നൽകണമെന്നും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 2 പ്രസ്താവനയും എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. മൂന്നാമത്തെ ചോദ്യം, ഏത് നവോത്ഥാന നായകന്റെ 150-ാം ജന്മവാർഷികമാണ് 2023 ഡിസംബർ 28 ആഘോഷിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ 150-ാം ജന്മവാർഷികമാണ് ഈ ഡിസംബറിൽ ആചരിക്കാൻ പോകുന്നത്. നാലാമത്തെ ചോദ്യം, ഇടുക്കി ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ കണ്ടെത്തിയ യൂറേഷ്യൻ നീർനായയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി, ലൂട്ര ലൂട്ര എന്നാണ്. അടുത്ത ചോദ്യം, റെയിൽവേയുടെ അമൃത് ഭാരത് പുഷ്പുൾ ട്രെയിൻ സർവീസ് ഡിസംബർ 30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെ വെച്ചാണ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, അയോധ്യയിൽ വെച്ചിട്ടാണ്. ആറാമത്തെ ചോദ്യം, 2023 ഡിസംബറിൽ അന്തരിച്ച ഓസ്കാർ നേടിയ കൊറിയൻ സിനിമയായ പാരസൈറ്റിലെ നടൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ലീ സൺ കയൂൻ ആണ്. ഏഴാമത്തെ ചോദ്യം, അടുത്തിടെ ജപ്പാനിലെ കൊയാസൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓണററി ഡോക്ടറേറ്റ് നേടിയ ഇന്ത്യൻ രാഷ്ട്രീയ നേതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ദേവേന്ദ്ര ഫട്നാവിസ് ആണ്.
എട്ടാമത്തെ ചോദ്യം 3D പ്രിന്റിംഗ് വഴി മുഖഭാഗങ്ങൾ മാറ്റിവെക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ച സ്ഥാപനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി IIT മദ്രാസ് ആണ്. ഒൻപതാമത്തെ ചോദ്യം യൂട്യൂബ് ചാനലിൽ 20 ദശലക്ഷം വരിക്കാരാകുന്ന ലോകത്തിലെ ആദ്യ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ നരേന്ദ്രമോദിയാണ്. പത്താമത്തെ ചോദ്യം 2023 ഡിസംബറിൽ അന്തരിച്ച തമിഴ് ചലച്ചിത്ര നടനും രാഷ്ട്രീയ നേതാവുമായ വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ വിജയകാന്ത് ആണ്. നിങ്ങൾക്ക് കിട്ടിയ മാർക്സ് ഒന്ന് കമന്റ് ചെയ്യുക.